നോ വൺ ഈസ് ബിയോണ്ട് ഗോഡ്സ് വർക്ക്. ഒരാളും ഒരു കുടുംബവും ഒരു ജീവിതവും ഒരു തലമുറയും ദൈവത്തിന് പണിയാൻ കഴിയാത്ത നിലയിൽ തകർന്നിട്ടില്ല. തകർച്ചയുടെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് പണിയാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിലും തിരിച്ചറിയുക, നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഹി ക്യാൻ ബിൽഡ് ഇറ്റ് അപ്പ് ഫോർ ഹിസ് ഗ്ലോറി. ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടി പണിയുന്നവനാണെന്ന് തിരിച്ചറിയുക. ദി ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ, പുനർസ്ഥാപനത്തിന്റെ ദൈവം. ഗോഡ് ഹൂ റീബിൽസ്. അവസാനത്തെ 5 വാക്യങ്ങൾ പുസ്തകം മുഴുവനും ന്യായവിധിയാ. പുസ്തകം മുഴുവനും കർശനമായ വാക്കിൽ താക്കീതുകളാണ്. പക്ഷെ ഒടുവിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. അത് പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. തകർത്ത് കളയുന്ന, പണിഷ് ചെയ്യുന്ന ദൈവത്തെ മാത്രമല്ല, ഒടുവിൽ പറയാണ് there is a God who will build. ബിൽഡ് മാത്രമല്ല, there is a God who will rebuild. വീണ്ടും പണിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമോസ് പറയും. ഞാൻ ഈ ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സത്യം ഇവിടെയുണ്ട്. there is a spiritual truth that we can understand in this transition. ഈ 9:10 നിന്ന് 11 വരുമ്പോൾ ആ മാറ്റത്തിൽ നിന്ന് തന്നെ നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മളുടെ ദൈവത്തിന്റെ പ്രത്യേകത, our God is a God who can build lives that are broken. തകർന്നതിനെ പണിയാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നോ മാറ്റർ ഹൗ ഷാറ്റഡ്, എത്രത്തോളം തകർന്നാലും, എത്രത്തോളം തകർന്നു പോയതാണെങ്കിലും ദൈവത്തിന് പണിയാൻ പറ്റും. നോ വൺ ഈസ് ബിയോണ്ട് ഗോഡ്സ് വർക്ക്. ഒരാളും ഒരു കുടുംബവും ഒരു ജീവിതവും ഒരു തലമുറയും ദൈവത്തിന് പണിയാൻ കഴിയാത്ത നിലയിൽ തകർന്നിട്ടില്ല. തകർച്ചയുടെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് പണിയാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിലും തിരിച്ചറിയുക, നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ഹി ക്യാൻ ബിൽഡ് ഇറ്റ് അപ്പ് ഫോർ ഹിസ് ഗ്ലോറി. ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടി പണിയുന്നവനാണെന്ന് തിരിച്ചറിയണം. ഞാനിത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ഈ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് നമുക്ക് ബൈബിളിലെ പല ചരിത്രങ്ങൾ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അനേക ഭക്തന്മാരുടെ ജീവിത ചരിത്രങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് രൂത്തിന്റെ പുസ്തകത്തിലെ ചരിത്രമാണ്. രൂത്തിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും എന്ന് എനിക്കറിയാം. ആ പുസ്തകം ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അതിന്റെ 1-ാമത്തെ അധ്യായം തന്നെ വായിക്കുമ്പോൾ, ദുരിതം മാത്രം നിറഞ്ഞ ഒരു ഫുൾ ഓഫ് ട്രാജഡി, എന്തുവാ സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ. ബേത്തൽഹേമാണ്, അപ്പത്തിന്റെ ഭവനമാണ്, പക്ഷെ അവിടെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി. അവിടെ ചെന്നപ്പോ ജീവൻ നഷ്ടപ്പെട്ടു, ഭർത്താവ് മരിച്ചുപോയി, മക്കൾ മരിച്ചുപോയി, വിധവമാര് മാത്രം അവിടെ ശേഷിക്കുക. ഒരു കുടുംബം പൂർണ്ണമായി തകർന്നു പോവുകയാണ്. ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ പൂർണ്ണമായി തകർന്നു പോവുകയാ ഒരു കുടുംബം. എന്തിനാ ഈ പുസ്തകം ബൈബിളിൽ എഴുതിയേക്കുന്നത്? എന്തിനാ ഈ തകർച്ചയുടെ വിവരണം ബൈബിളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്? ആ പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ആ പുസ്തകം ആരംഭിക്കുന്ന ന്യായാധിപന്മാരുടെ കാലത്തെന്ന് പറഞ്ഞ, ന്യായാധിപന്മാരുടെ കാലത്തിന്റെ പ്രത്യേകത രാജാവില്ലാത്തൊരു സമയമാണ്. പക്ഷെ പുസ്തകം അവസാനിക്കുമ്പോൾ ഇസ്രായേലിലെ ഏറ്റവും വലിയൊരു രാജാവാണ് ദാവീദ്. ദാവീദിന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. തകർച്ചയിൽ നിന്നും ദൈവത്തിന് പണിയാൻ പറ്റുമെന്നുള്ള ഒരു സന്ദേശമാണ് ബൈബിളിന്റെ സന്ദേശങ്ങളെല്ലാം. നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മുടെയൊക്കെ ജീവിതവും കർത്താവ് അങ്ങനെ പണിതല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചിന്തിച്ച പല തകർച്ചകളും കർത്താവ് മനോഹരമാക്കി പണിതില്ലേ? നമ്മൾ ആഗ്രഹിച്ചു, എന്താ ഇത് നടക്കുന്നെന്നും മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ദ ലോർഡ് ബിൽഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. കർത്താവ് അത് മനോഹരമായി പണിതു. മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ പ്രതീക്ഷ നമുക്കുണ്ടാവണം. ഇന്ന് ചിലപ്പോ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞ സാഹചര്യമായിരിക്കാം, നാളെ എന്തെന്നുള്ള വ്യാകുലതകൾ കണ്ടേക്കാം. ബട്ട് വി ബിലീവ്, വി പ്രീച്ച് എ ഗോഡ് ഹു ക്യാൻ ബിൽഡ്. പണിയാൻ, വീണ്ടും പണിയാൻ, തകർന്നതിനെ പണിയാൻ, തകർച്ചയുടെ ആഴത്തിൽ നിന്ന് പണിയാൻ ഈ ദൈവത്തിന് കഴിവുണ്ടെന്ന് തിരിച്ചറിയുക.
ഇതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് യെരമ്യാ പ്രവാചകൻ കാണുന്നൊരു യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. കുശവന്റെ അടുത്തേക്ക് നീ പോവുക. കുശവൻ ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് സ്പോയിലായി പോയപ്പോൾ അതിനെ വീണ്ടും പണിയുകയാണ്. എന്നിട്ട് പറയാ, പ്രവാചകനോട് പറയാ, ജനം ഇങ്ങനെയല്ലേ, പീപ്പിൾ ആർ ലൈക്ക് ദിസ് ക്ലേ. ജനം ഇങ്ങനെയാണ്, കുശവൻ ഇതിനെ പണിയാൻ കഴിയും, കുശവൻ ഇത് പണിയാൻ കഴിയും. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഈ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഈ 10ാമത്തെ വാക്യത്തിൽ നിന്ന് 9ാമത്തെ അധ്യായത്തിൽ വരുന്ന ആ ഡിഫറൻസ്, ആ ചേഞ്ച് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ദൈവം പണിയുന്നതിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം നമ്മൾ കാണുന്നത് സത്യത്തിൽ സുവിശേഷത്തിൽ കൂടെ കർത്താവ് കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ്. സുവിശേഷത്തിന്റെ ഒരു പിക്ചർ നമുക്ക് സത്യത്തിൽ ഇവിടെ കാണാൻ പറ്റും. ഈ 9ാമത്തെ അധ്യായം നമ്മൾ ആ ദർശനത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചു. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് ദൈവം ഇറങ്ങി വരിക, ദൈവം ഇറങ്ങി വന്ന ജനത്തെ ന്യായം വിധിക്കാൻ പോവുക. എന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഒരാളും രക്ഷപ്പെടത്തില്ല, നോ വൺ വിൽ എസ്കേപ്പ്. പ്രത്യേകിച്ചും അതിന്റെ 2ാമത്തെ വാക്യമല്ലേ, 2ാമത്തെ വാക്യം നോക്കിക്കേ, അവർ പാതാളത്തിൽ തുരന്ന് കടന്നാലും. ഒന്ന് നോക്കിക്കോ 2-3 വാക്യങ്ങൾ. Amos 9:2-3. അവർ പാതാളത്തിൽ തുരന്ന് കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരിഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. അവർ എന്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അത് അവരെ കടിക്കും. കണ്ടോ, ന്യായവിധിയെ പറ്റി പറയാ. ഓംനി പ്രസൻസ് ഇൻ ജഡ്ജ്മെന്റ്. എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നോ വൺ വിൽ എസ്കേപ്പ്. ഒരുത്തൻ പോലും രക്ഷപ്പെടത്തില്ല. അതിന്റെ ഒരു സമ്മറി ആയിട്ട് പറയുന്നത് 10ാമത്തെ വാക്യത്തില. 10ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായ എന്റെ ജനത്തിലുള്ള, അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, സകല പാപികളും വാളുകൊണ്ട് മരിക്കും. അവർക്ക് വലിയ പ്രതീക്ഷ, അവർക്ക് വലിയ ഹോപ്പായിരുന്നു. ഇല്ല, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. ദൈവം പറയാ, സകല പാപികളും വാളുകൊണ്ട് മരിക്കും. എന്തോ അവിടത്തെ കാര്യം? ഗോഡ് പണിഷസ് സിൻ. ദൈവം ഒരു പാപിയെയും വെറുതെ വിടുന്നില്ല, ഒരു പാപിയെയും വെറുതെ വിടുന്നില്ല. നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ അതിനെ ചിന്തിക്കുമ്പോൾ, ഞാൻ ഇന്ന് വായിച്ചപ്പോൾ എന്റെ ധ്യാനത്തിൽ ചിന്തയിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. ഇസ്രായേൽ മക്കളെ പോലെ തന്നെയായിരുന്നു സകല മനുഷ്യരും. ഓൾ ഹ്യൂമൻസ് ലൈക്ക് ഇസ്രായേൽ ആർ സിൻഫുൾ. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുമ്പിൽ പാപികളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് സകല പാപികളും മരിക്കണം. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ദി ഡാർക്ക് പിക്ചർ ഓഫ് ഗോഡ്സ് ജഡ്ജ്മെന്റ്. ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ദി ഡാർക്ക് പിക്ചർ ഓഫ് ജഡ്ജ്മെന്റ്. പക്ഷെ അവിടെയാണ് 9:11 വരുമ്പോൾ പണിയുന്ന ഒരു ദൈവം. ന്യായവിധിയിൽ തകർന്നു പോകണ്ട, പാപികൾ മരിക്കേണ്ടടുത്ത് ദൈവം പണിയുകയാണ്. എങ്ങനെ? പാപത്തിൽ തകർന്നു പോയ കുടുംബങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ച് പുതിയ ജീവിതം നൽകി പഴയത് കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയാക്കുന്ന ഒരു ദൈവത്തിന്റെ പണി, അത് സുവിശേഷത്തിലാണ്. പാപത്താൽ തകർന്നു പോയ കുടുംബങ്ങളെ, വ്യക്തികളെ, മലിനപ്പെട്ടു പോയതിനെ പുതുക്കി പണിയുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം. God is rebuilding what sin has broken. 9ാം അധ്യായം 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ പണിയും, ഞാൻ നിവർത്തും, ഞാൻ ഇത് ചെയ്യും. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റത്തില്ല. God is going to build. ദൈവം എങ്ങനെയാ അത് ചെയ്തത്? സുവിശേഷത്താൽ പാപത്തിന്റെ ന്യായവിധിയിൽ കിടന്നവരെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണും.